മൺസൂൺ കാലം ഒന്ന് എക്സ്പ്ലോർ ചെയ്യാൻ വേണ്ടിയിട്ട് നമ്മൾ ചെറിയൊരു ഡെസ്റ്റിനേഷനിൽ പോകാമെന്ന് കരുതി കേട്ടോ. അപ്പം അന്നത് ആ ട്രാവലിംഗ് സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട്. അപ്പം നമ്മൾ ഇത് തുഷാരഗിരി വാട്ടർഫാൾസൊക്കെ ഒന്ന് ജസ്റ്റ് ഒന്ന് എക്സ്പ്ലോർ ചെയ്യാം. അത്യാവശ്യം മൺസൂണിൽ ഭയങ്കര ഒരു ഭംഗിയുള്ള ഒരു ഏരിയ ആണല്ലോ അവിടെ. അപ്പോൾ നമ്മൾ അടിവാരത്ത് നിന്ന് നമ്മൾ നേരെ തുഷാരഗിരി വാട്ടർഫാൾസിലേക്ക് എൻ്റർ ചെയ്തു. അപ്പം ഒരു ഒറ്റ റെയിൻ കോട്ടേ വാങ്ങിയിട്ടുള്ളൂ കേട്ടോ. മക്കൾക്കൊക്കെ പിന്നെ ക്യാപ്പ് അങ്ങനത്തെ കാര്യങ്ങളൊക്കെ വെച്ചിട്ട് അഡ്ജസ്റ്റ് ചെയ്തു. ഭയങ്കര കാം ആൻഡ് ക്വയറ്റ്, കുറച്ച് ഡേഞ്ചറസ് ആണെങ്കിൽ പോലും നമുക്ക് എക്സ്പ്ലോർ ചെയ്യാൻ പറ്റിയിട്ടുള്ള ഒരു ഏരിയ തന്നെയാണ്. ഒരുപാട് തവണ പോയ ലൊക്കേഷൻ ആണെങ്കിൽ പോലും വീണ്ടും വീണ്ടും എനിക്ക് വരാൻ ഇഷ്ടപ്പെട്ടൊരു സ്ഥലം കൂടെയാണ് കേട്ടോ. കുറച്ച് ട്രാവൽ ചെയ്താൽ മതി, ഭയങ്കര മനസ്സിനൊക്കെ റിലാക്സ് ചെയ്യുക. ഇത് എന്താ പറയുക, ഒരു അത്യാവശ്യം നല്ല കാം ആൻഡ് ക്വയറ്റ് ആയിട്ടുള്ള നല്ലൊരു അടിപൊളി സെറ്റപ്പാണ് കേട്ടോ ഇവിടെ ഉള്ളത്. ഇങ്ങനെയൊക്കെ ഇഷ്ടപ്പെടുന്നവർക്ക് എന്തായാലും എന്താ പറയുക എൻജോയ് ചെയ്യാൻ പറ്റിയിട്ടുള്ള ഒരു ഏരിയ തന്നെയാണ്. പിന്നെ എന്താ പറയുക, ഭയങ്കര നാച്ചുറൽ ബ്യൂട്ടി അല്ലേ ഈ വാട്ടർഫാൾസിലും ഒക്കെ കാണുമ്പം. കുറച്ചൊന്ന് സൂക്ഷിച്ചാൽ മതി നമ്മൾ ഈ ഒരു ഏരിയയിൽ കൂടെ ഒക്കെ ഒന്ന് പാസ് ചെയ്ത് പോകുമ്പോൾ ഒന്നുള്ളൂ. അവിടെ പറഞ്ഞിട്ടുള്ള റൂൾസ് ആൻഡ് റെഗുലേഷൻസൊക്കെ കറക്റ്റ് ഒന്ന് ഫോളോ ആക്കുക. അല്ലാണ്ട് നമ്മൾ ഓവറായിട്ട് നമ്മൾക്ക് ഇൻവോൾവ് ആയി പോകരുത്. പിന്നെ ഈ ഒരു ഏരിയ കംപ്ലീറ്റ് കണ്ടില്ല, ഒരു ഉൾക്കാട് ആ ഒരു പ്രതീതിയാണ് ഇത് തരിക. ഒരുപാട് ട്രാവലേഴ്സും കാര്യങ്ങളൊക്കെ ഉണ്ട് കേട്ടോ. നമ്മളിവിടുന്ന് അറബികളെ കണ്ടിട്ടുണ്ടായിരുന്നു, അതുപോലെ നോർത്ത് ഇന്ത്യൻസിനൊക്കെ കണ്ടിട്ടുണ്ടായിരുന്നു കേട്ടോ. അപ്പം അവരൊക്കെ ഇത് എക്സ്പ്ലോർ ചെയ്യാൻ വേണ്ടിയിട്ട് വന്നിട്ടുള്ളതാണ്. ഭയങ്കര മൺസൂൺ സീസണിൽ തുഷാരഗിരിക്ക് ഒരു പ്രത്യേകത ഭംഗി തന്നെയാണ് കേട്ടോ. കുട്ടികളൊക്കെ കൊണ്ടുവരുന്നവർ ശ്രദ്ധിക്കുക. പിന്നെ നമുക്ക് എന്തായാലും ഈ ഒരു മൺസൂൺ സമയത്തൊന്നും ആ ഒരു ഏരിയയിലേക്ക് ഇറങ്ങാനൊന്നും പറ്റില്ല. അവിടെ ഭയങ്കര ബാരിക്കേഡൊക്കെ വെച്ച് കെട്ടിയിട്ടുണ്ട്. പിന്നെ സെക്യൂരിറ്റീസും കാര്യങ്ങളൊക്കെ ഉണ്ട്. പിന്നെ ഇവിടെ മഴ ആയതുകൊണ്ട് തന്നെ ഇരിക്കുന്ന സ്ഥലങ്ങളിലൊന്നും അത്ര വലിയ ചെളിയൊക്കെയാണ്. അപ്പം നമുക്കവിടെ ഇരുന്നിട്ടൊന്നും ഉണ്ടാവില്ല. മഴയില്ലെങ്കിൽ, അതായത് മഴയില്ലാത്ത സമയമാണെങ്കിൽ അടിപൊളിയായിട്ട് ഇവിടെ കുറച്ച് നേരം നമുക്ക് ടൈമൊക്കെ സ്പെൻഡ് ചെയ്യാൻ പറ്റും. അപ്പം നനയാണ്ടിരിക്കാൻ നമ്മൾ ചെറിയ മുൻകരുതലുകളൊക്കെ നോക്കിയിട്ടുണ്ടായിരുന്നു. പിന്നെ ഭയങ്കര സൗണ്ടായിരിക്കും കേട്ടോ. അവിടുത്തെ സംസാരിച്ചാൽ അത്ര ഇതൊന്നും കിട്ടില്ല. പിന്നെ റേഞ്ച് ഇതൊക്കെ ഫോണിന് കുറവായിരിക്കും. ഭയങ്കര അന്ന് മൺസൂൺ സീസണിൽ അറിയാമല്ലോ, അത്യാവശ്യം മലപ്രദേശങ്ങളിലൊക്കെ നല്ല മഴ ഉണ്ടാവും. ആ മഴയിൽ നിന്ന് ഒരുപാട് വാട്ടർ ഫ്ലോ ചെയ്തുകൊണ്ടിരിക്കുകയാണ് ഈ ഒരു ഏരിയയിലേക്ക്. ഇവിടെ ഒരുപാട് തുഷാരഗിരി ഏരിയയിലൊക്കെ ഒരുപാട് വാട്ടർഫാൾസ് ഇതെല്ലാം ചെറുതായിട്ടും നമ്മൾ പോകുന്ന യാത്രയിലൊക്കെ ഒരുപാട് കാണാൻ പറ്റും കേട്ടോ. ഭയങ്കര രസമാണ്. കുറേ ഉരുൾപൊട്ടൽ ഒക്കെ നടന്നിട്ടുള്ള ഒരു ഏരിയ ഒക്കെ തന്നെയാണ്. അതുകൊണ്ട് തന്നെ ഇവർക്ക് ഈ ഒരു ഏരിയയിലേക്ക് ഇറങ്ങാൻ പോസിബിളുള്ള കാര്യമൊന്നുമല്ല, ഭയങ്കര ഡേഞ്ചറസ് ആണ്. പിന്നെ നമ്മളിവിടുന്ന് ജസ്റ്റ് ഒന്ന് എക്സ്പ്ലോർ ചെയ്ത് കുറച്ച് നേരം നിന്നുള്ളൂ കേട്ടോ. ഒന്നേ എല്ലാം അങ്ങനെ കണ്ട് ഒരു മനസ്സിന് ഒരു രസമാണ്. അതൊക്കെ കണ്ട് കാഴ്ചകളൊക്കെ കണ്ടിട്ട് ഇങ്ങനെ പോവുക. അപ്പം അത്യാവശ്യം കുറച്ചിങ്ങനെ നടക്കാനുണ്ട് കേട്ടോ. എങ്കിൽ കൂടെയും നമുക്ക് അതിൻ്റെ ബുദ്ധിമുട്ട് അറിയില്ല. ഒരു ആ റൂട്ടൊക്കെ അത്രയും പെർഫെക്റ്റ് ആയിട്ടുള്ളതാണ്. ഇവിടെ എത്തി ഈ ഒരു പോണ വഴിയിലൊക്കെ നല്ല ഫോട്ടോസും ക്യാമറ വീഡിയോസൊക്കെ ക്യാപ്ചർ ചെയ്യാൻ പറ്റിയിട്ടുള്ള അടിപൊളി സ്ഥലങ്ങളുണ്ട്. ഇവർ നോർത്ത് ഇന്ത്യൻസ് ആണെന്ന് തോന്നുന്നു. അവർ ഇങ്ങനെ ഒരു ഫോട്ടോ ഒക്കെ എടുക്കാൻ വേണ്ടി വീഡിയോ ഒക്കെ എടുക്കാൻ ഹെൽപ്പ് ചോദിച്ചാണ് കേട്ടോ. അപ്പം അവിടുന്ന് നമ്മൾ പിന്നെ പോകുന്ന നേരെ നമ്മൾ വയനാടാണ് കേട്ടോ പോകുന്നത്. നമുക്കൊരു ഫാമിലി ഫ്രണ്ടൊക്കെ ഉണ്ട് അവിടെ, അവരുടെ വീട്ടിലേക്കാണ് പോകുന്നത്. അപ്പം വയനാട് തുഷാരഗിരി വഴി അവിടെ കണ്ടിട്ട് നമ്മൾ വയനാട് എക്സ്പ്ലോർ ചെയ്യാൻ വേണ്ടിയിട്ടാണ് നിന്നിട്ടുള്ളത്. അപ്പം എന്തായാലും അവരുടെ വീടൊക്കെ ഒന്ന് വിസിറ്റ് ചെയ്യാമെന്ന് കരുതി. ഭയങ്കര ഈ ഒരു റൂട്ട്, ഈ ഒരു ആ ചുരം കയറി ഈ ഒരു ഏരിയ ഉണ്ടല്ലോ, അതെനിക്ക് ഭയങ്കര ഇഷ്ടം കേട്ടോ. ഒരു ഭയങ്കര എന്താ പറയുക, അങ്ങനെയാണ്. അപ്പോൾ എൻ്റെ ജൂജു ഭയങ്കരമായിട്ട് എക്സ്പ്ലോർ ചെയ്യുന്നുണ്ട് കേട്ടോ യാത്രകളൊക്കെ. അപ്പം ഓനിങ്ങനെ പാട്ടൊക്കെ ഇങ്ങനെ പാടും. അപ്പം അത് ജസ്റ്റ് വീഡിയോ എടുക്കാൻ വേണ്ടിയിട്ടാണ് ഞാൻ നോക്കിയത്. പക്ഷേ ഞാൻ വീഡിയോ എടുക്കുന്ന സമയത്ത് ഓനാനക്കൊക്കെ ഒന്ന് നിർത്തി കേട്ടോ. അപ്പം പിന്നെ നമ്മുടെ ഇവിടെ നമ്മുടെ അപ്പൂസരി മിക്കയുടെ 90-80s കയറിയിട്ട് ചെറിയ രീതിയിലൊക്കെ ഫുഡൊക്കെ ഒന്ന് കഴിച്ചിട്ട് പിന്നെ നമ്മളിതാ നേരെ നമ്മുടെ വയനാട് വീട്ടിലെത്തി. അവിടെ അന്ന് സ്റ്റേ ആക്കിട്ടോ. പോരുന്ന സമയത്ത് എടുത്ത വീഡിയോ ആണ്. അവിടുത്തെ ഭയങ്കര ബേക്കറാണ്, നല്ല ഫുഡിൻ്റെ ഒക്കെ ഒരു ഭയങ്കര സ്പെഷ്യലിസ്റ്റാണ്. ഒരു ജൂജുവിന് ഒരു ചെറിയ ഗിഫ്റ്റൊക്കെ കൊടുത്തിട്ടുണ്ടായിരുന്നു, ഒരു ഡെസേർട്ട്. അപ്പം അതൊക്കെ നമ്മൾ പിടിച്ച് നമ്മൾ പോകുന്ന യാത്രയിൽ അതൊക്കെ കഴിച്ചിട്ടാണ് കേട്ടോ പോകുന്നത്.
അപ്പം അവിടുന്ന് പോകുന്ന വഴിയിലാണ് നമ്മൾ ഈ ഒരു ഏരിയ കണ്ടിട്ടുള്ളത്. അത്യാവശ്യം നല്ലൊരു തേയിലത്തോട്ടം. അവിടെ എത്തിയിട്ട് നമുക്ക് എന്താക്കാം, വീഡിയോസും ഫോട്ടോസും ഒക്കെ എടുക്കാമെന്നുള്ള രീതിയിലാണ് ഒരുപാട് അവിടെ വണ്ടി പാർക്ക് ചെയ്തിട്ട് നമ്മൾ ഫോട്ടോ വീഡിയോ ഒക്കെ എടുത്തിട്ടുണ്ടായിരുന്നു കേട്ടോ. പിന്നെ ഭയങ്കര ഒരു അടിപൊളി ഏരിയ ആയിരുന്നു. പിന്നെ അവിടുന്ന് നമ്മൾ നേരെ വരുന്നത് അതായത് കൂടല്ലൂരിലേക്കാണ് കേട്ടോ പോകുന്നത്. വയനാട് മുത്തങ്ങ ഫോറസ്റ്റ് വഴി പോകാമെന്ന് കരുതി. അപ്പം അതിലേക്ക് റൂട്ട് മാപ്പൊക്കെ വെച്ച് പിടിച്ചപ്പം പല റൂട്ടിൽ കൂടിയാണ്. കാരണം നമ്മൾ സ്റ്റേ ചെയ്തത് ഫ്രണ്ടിൻ്റെ വീട്ടിൽ ഒരു വേറെ ഏരിയ ആയിരുന്നു. അപ്പം അവിടുന്ന് നമുക്ക് ഇനി സുൽത്താൻ എനിക്ക് തോന്നുന്നത് അവിടെ തന്നെ ഞാൻ തോന്നുന്നു ഏതായാലും വയനാട് ടൗൺ ഏരിയയ്ക്ക് എത്തണം. അതിന് വേണ്ടിയിട്ടുള്ള റൂട്ട് മാപ്പൊക്കെ ഇട്ടിട്ട് ബ്ലോക്ക് കുറഞ്ഞ റൂട്ടിലൂടെ ഉണ്ട് നമ്മൾ പോകുന്നത്. ഇവിടുന്ന് അടിപൊളി കാഴ്ചകളൊക്കെ പാടം ഒക്കെ കണ്ടപ്പോൾ ഭയങ്കര രസം കേട്ടോ. ഞാൻ കുറേ കാലം മുമ്പ് കണ്ട ഒരു എന്താ ഒരു പിക്ചറൊക്കെ നമ്മുടെ മനസ്സിലൂടെ വന്ന്. പിന്നെ നമ്മളിതാ ഫോറസ്റ്റ് കവർ ചെയ്ത് നമ്മൾ എന്താ പറയുക നേരെ കൂടല്ലൂരിലേക്ക് ചാടാൻ വേണ്ടിയിട്ട് നിന്നു കേട്ടോ. കൂടല്ലൂരിൽ നിന്ന് പിന്നെ നമ്മൾ നേരെ ദേവാല ഹട്ടി ആ ഒരു ഏരിയ ഉണ്ടല്ലോ, ആ ഒരു ഏരിയ ഭയങ്കര മൺസൂണിൽ ആ ഒരു ഏരിയ പ്രത്യേകിച്ച് കൂടല്ലൂർ നാട്ടുകാണിയൊക്കെ ഭയങ്കര രസമാണ്. നല്ല കോടമഞ്ഞാണ്, ഭയങ്കര ഫോഗി ഒരു ക്ലൈമറ്റാണ് കേട്ടോ ആ ഒരു ടൈമിലൊക്കെ. അപ്പം ഈ ഒരു ദേവാല ഹട്ടി ആ ഒരു ഏരിയ എന്ന് പറഞ്ഞത് ഒരു രക്ഷയില്ല. വീഡിയോയിൽ കാണുന്നതിൻ്റെ എനിക്ക് തോന്നുന്നത് ഇതിൻ്റെയൊക്കെ ഒരു ഡബിൾ എക്സ്പീരിയൻസ് നമുക്കവിടെ ചെയ്യാനുള്ള കാഴ്ചകളുണ്ട് കേട്ടോ. അത്രയ്ക്ക് ഭയങ്കര അടിപൊളി ക്ലൈമറ്റ്, നമുക്ക് വേറെ എവിടെയും പോയാൽ കിട്ടില്ല എന്നൊക്കെ തോന്നും. അത്രയും രസമായിരുന്നു. ഞാൻ വീഡിയോ എടുക്കുന്നതിൻ്റെയും ഡബിൾ ഞാനിവിടെ എക്സ്പ്ലോർ ചെയ്തു കേട്ടോ. എനിക്ക് ആ ഒരു സാറ്റിസ്ഫാക്ഷൻ ലെവൽ ഹൈ ആണ്. അപ്പം അതാ കണ്ടോ, വീഡിയോസൊക്കെ കണ്ടാൽ പിന്നെ എൻ്റെ ഫോണിലെ ക്ലാരിറ്റിക്കും കുറച്ച് കുറവുണ്ടാകും. എങ്കിൽ കൂടെയും ഭയങ്കര അടിപൊളി ഏരിയ ആണ്. ഒരിക്കലും എക്സ്പെക്റ്റ് ചെയ്തില്ല ഈ ഒരു റൂട്ടിൽ കയറുമ്പം എത്രത്തോളം ഫോഗി ആയിട്ട് കാണുന്നു കേട്ടോ. അപ്പം അതൊക്കെ എക്സ്പ്ലോർ ചെയ്തു മാക്സിമം. ഒരുപാട് വീഡിയോസ് എടുക്കാൻ കഴിഞ്ഞു, ഫോട്ടോസൊക്കെ എടുത്ത്. പിന്നെ നമ്മൾ അവിടുന്ന് ചെറിയൊരു ചാറ്റൽ മഴയും കാര്യങ്ങളൊക്കെ ഉണ്ട്. അപ്പം മൺസൂൺ കാലം ഇങ്ങനെയൊക്കെ തന്നെയാണല്ലോ, നമ്മുടെ കണ്ണിന് ഒരുപാട് കുളിർമയേകുന്ന ഒരുപാട് കാഴ്ചകൾ നമുക്ക് കാണാൻ പറ്റും. പിന്നെ എന്താ പറയുക, ട്രാവൽ എപ്പോഴും ചെയ്യുമ്പോൾ ഫാമിലീൻ്റെ കൂടെ ഒക്കെ ആകുമ്പോൾ നമുക്ക് എന്താ പറയുക അത്രയും ഒരു പ്രൈവസിയും കാര്യങ്ങളൊക്കെ കിട്ടുമല്ലോ. അപ്പോൾ വലിയ യാത്രാ ദൂരമൊന്നുമില്ല, നമുക്ക് എന്താ എളുപ്പത്തിൽ പോയി ഭയങ്കരമായിട്ട് അടിപൊളി ഈ ഒരു മൺസൂൺ കാലഘട്ടമൊക്കെ എക്സ്പ്ലോർ ചെയ്യാൻ പറ്റിയിട്ടുള്ള ഒരു ഏരിയ തന്നെയാണ് നമ്മുടെ ഗൂഡല്ലൂർ, ദേവാല, ഹട്ടി ഈ ഏരിയകളൊക്കെ. അപ്പം പിന്നെ അതുപോലെ തന്നെ മുത്തങ്ങ ഫോറസ്റ്റിലൂടെയുള്ള ആ ഒരു യാത്രയൊക്കെ ഭയങ്കര അടിപൊളിയായിരിക്കും. അപ്പോൾ എന്തായാലും ഇത്രയുള്ള നമ്മളെ വീഡിയോ. ഓക്കെ, ബൈ.